ഹലോ, എല്ലാവർക്കും എൻ്റെ വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഹെൽത്തി ഡിഷായിട്ടാണ്. ഹെൽത്തി ഡിഷ് എന്ന് പറയുമ്പോഴേതിനും എനിക്കാണെങ്കിൽ ഈ പക്കാവട, വറുത്തത്, പൊരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് ബോണ്ട, പരിപ്പ് വട, ഏത്തയ്ക്ക ബോളി, അങ്ങനെ ബജ്ജികൾ, ഒലിയും ബജ്ജി, അങ്ങനെയുള്ള എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പ്രോബ്ലം എന്നാന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ എനിക്ക് PCOD ഉണ്ട്. പിന്നെ ഈ കൊറോണകൾ വന്നപ്പോൾ ഭയങ്കര ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അത്ര വലിയ വെയിറ്റ് ഉണ്ടോ എന്നെനിക്കറിയില്ല. എനിക്ക് ഇപ്പോൾ കുറച്ച് വെയിറ്റൊക്കെ റിഡ്യൂസ് ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റില് ഒരു 69 ഉണ്ട് ഞാൻ. എനിക്ക് അത്രയും വെയിറ്റ്, എനിക്ക് തോന്നുന്നു PCODയുടെ സിസ്റ്റം എല്ലാം കൂടി ഭയങ്കര നല്ല വെയിറ്റ്, ഇങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നതുകൊണ്ട് വെയിറ്റ് ഇങ്ങനെ കൂടുകയും കുറയുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് എൻ്റെ ഒരു കാര്യം, ഈ വർക്കലം പൊരിക്കലിച്ച് കൂടുതൽ കഴിക്കുന്നത് ഒന്ന് കുറയ്ക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു പരീക്ഷണം ഞാനങ്ങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് ഈ ബജ്ജികളൊക്കെ ഞങ്ങൾ ഗ്രില്ലിൽ എങ്ങനെ വറുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാനൊന്ന്, ഹാലജൻ ഫ്രൈ ആണ്. നിങ്ങൾ എൻ്റെ ചിക്കനും ഫിഷും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് നിങ്ങളിത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ബജ്ജികളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാനുള്ള കാരണം എന്നാന്ന് പറഞ്ഞാൽ, ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു വിനീസ് കിച്ചണിൽ. പുള്ളിക്കാരത്തി എയർ ഫ്രയർ മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഏത്തയ്ക്ക പൊളി ഉണ്ടാക്കാനുണ്ട്. അപ്പം ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ, ഇതുകൊണ്ടെങ്ങനെ, ഞങ്ങളുടെ കയ്യിൽ എയർ ഫ്രൈ അല്ല, ഞങ്ങളുടെ ഹാലജൻ ഫ്രൈ ആണ്, അതുകൊണ്ട് എങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു സംശയം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. പിന്നെ നിങ്ങൾക്കറിയാലോ, എൻ്റെ പരീക്ഷണങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ ഒപ്പമാണ് പരീക്ഷിക്കുന്നത്. ശരിയായാൽ ശരിയായി, ഇല്ലെങ്കിൽ ഇല്ല. അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇത് ശരിയാകുമോ ഇല്ലയോ. നമ്മളിങ്ങനെ മറ്റുള്ളവർ കാണിക്കുന്ന പോലെ ഒരു 10 പ്രാവശ്യം ഉണ്ടാക്കി ഫെയിലായി, അത് കഴിഞ്ഞിട്ട് 11ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പം ഇത് ഒരു കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കും, ഒരു കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ സക്സസ് ആകും എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഫെയിലിയറും എൻ്റെ സക്സസും നിങ്ങളെ മുന്നിൽ തന്നെ വെച്ചിട്ട് കാണിക്കുന്നതിനാണ് എനിക്ക് താല്പര്യം. എൻ്റെ പരീക്ഷണങ്ങളും നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതിനാണ് എനിക്ക് താല്പര്യം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു എയർ ഫ്രയർ മേടിച്ചു കൊടുത്തു. അപ്പം അവർക്കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം എങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കണേ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ ഒരു കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കഷ്ണം വേണ്ട, ഒരു കുറച്ച് കഷ്ണം, ഞാൻ എടുക്കാൻ പോകുന്ന കഷ്ണം നിങ്ങൾ കാണിക്കാം. അപ്പം ഇത്രയും കഷ്ണം ഒരു ഇഞ്ചിയും, 2 പച്ചമുളക്, പിന്നെ പർപ്പിൾ കളറ് ഒരു ക്യാബേജ്, ഇത്രയും ഒരു കുഞ്ഞു കഷ്ണം, ഒരു സബോള, പിന്നെ ഒരു ക്യാപ്സിക്കം ഇട്ടാൽ മതി എന്ന് വിചാരിക്കുന്നു, ഒരു ക്യാപ്സിക്കം. ഇത് ഒന്ന് വാഷ് ചെയ്ത് ഞാൻ അരിഞ്ഞെടുത്തുകൊണ്ട് വരട്ടെ. ഓക്കെ. അപ്പം ഞാനിതെല്ലാം വാഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബോളിൻ്റെ അകത്തേക്ക് ഇതങ്ങോട്ട് ഇടുവാണ്. അപ്പം നമുക്ക് ചെറുതായിട്ട് അരിയാം, കാരണം നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചെറുതായിട്ടാണ് അരിയുന്നത്. എൻ്റെ മോനെ പഠിപ്പിച്ചാൽ ബ്രിഡ്ജ് കട്ടിങ് അങ്ങനെയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാനും കട്ടിങ്ങൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ കട്ട് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ചെറുതാക്കി ഇത് കട്ട് ചെയ്യാമോ അത്രത്തോളം. അപ്പം ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബജി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഒരു എളുപ്പം കിട്ടാനായിട്ട്. ഓക്കെ. ഇതെല്ലാം ഒന്ന് കൂട്ടും ചെയ്യണമല്ലോ. അപ്പം ഞാനിതെല്ലാം അരിഞ്ഞ് ഈ ബോളിനകത്തേക്ക് ഇട്ടിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. വെറുതെ വീഡിയോയുടെ ലെന്ത് കൂട്ടേണ്ട ആവശ്യം. അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി പോകുന്നു. ഓക്കെ. അപ്പം കുറച്ച് അജ്വൈൻ ഞാൻ ഇടുവാണ്. ഒത്തിരി വേണ്ട, ഒരു കുഞ്ഞ് ടീസ്പൂൺ ഒഴിച്ചിരി ഇട്ടു, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം ഞാനാണെങ്കിൽ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ. കുറച്ച് കായപ്പൊടി. ഓക്കെ. ഒരു 1/4 ടീസ്പൂൺ. ഓക്കെ. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ടു. പിന്നെ ഇവിടെ ഞാൻ സ്പൂൺ കാണിക്കല്ല, നിങ്ങൾക്ക് തന്നെ ഒരു സംശയം തോന്നുന്നു. ഞാൻ ഇച്ചിരി ബൈകാർബണേറ്റ് സോഡ, ഓക്കെ, കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈകാർബണേറ്റ് സോഡ, അത് ഞാനൊരു 1/4 ടീസ്പൂൺ ഇടുവാണേ. കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഇതൊന്നും പൊങ്ങാനൊക്കെ ഭയങ്കര, ഒത്തിരി സോഡ ഇട്ടാൽ ഭയങ്കര ഒരു വൃത്തികെട്ട ടേസ്റ്റാണ്, അതെനിക്കിഷ്ടമില്ല. 1/4 ടീസ്പൂൺ അതിട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ട, കാലല്ല, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടാവണേ. നമുക്ക് വേണമെങ്കിൽ പിന്നെ നോക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. പിന്നെ
നമ്മുടെ വീട്ടിലുണ്ടാക്കിയ എൻ്റെ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, വീഡിയോ കണ്ടു കാണണമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒത്തിരി ഒന്നും ഞാൻ ഇടുന്നില്ല, ഭയങ്കര എരിവാണ്. അപ്പം ഇതിനകത്ത് കുരുമുളക് പൊടിയും എന്താ പറയുക ഫെന്നൽ സീഡ്സ് എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം ഇതൊന്നും എക്സ്ട്രാ എനിക്ക് ഇടേണ്ട ആവശ്യമില്ല. അത് കാരണം ഞാനൊരു അര ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്. ഗരം മസാലയുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കാണണം കേട്ടോ. അടിപൊളിയാണ്, നല്ല ആണെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. ഓക്കെ, ഇത്ര ഇട്ടു. ഇനി ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ, ഇത് എക്സ്ട്രാ വെർജിൻ ഓയിലും റിഫൈൻഡ് ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിലിൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ ഒഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഏതെണ്ണയാണ് അത് ഞാനൊരു ടീസ്പൂണ് ഇല്ല സോറി അര ടീസ്പൂൺ ഒഴിച്ചല്ലേ, നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം. അര ടീസ്പൂൺ ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് കടല മസാല, അതായത് ബേസൻ, കടലപ്പൊടി, കുറച്ച് ബേസൻ ഞാൻ ഇടുവാണ്. ഓക്കെ, അപ്പം അത് ഞാനൊരു 1 കപ്പ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം 1 കപ്പ് കടലപ്പൊടി നമുക്കിടാം. അപ്പം 1 കപ്പ് കടല പൊടിയുണ്ട്, അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. ഓക്കെ, ഒരു കപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഇതിനകത്ത് തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല, ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരുമ്മി വെക്കുക. ഓക്കെ, തിരുമ്മി വെച്ചിട്ട് നമുക്കിതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അന്നേരത്തേനും ഈ പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളമെല്ലാം കൂടെ ഇത്തയിലേക്ക് ഊറി വന്നോളാം. അപ്പം നമുക്കിത് എന്നിട്ടും നമ്മളിത് ഇളക്കിയിട്ട് നമുക്കിനി കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് അന്നേരം നമുക്കിത് വെള്ളം ഒഴിച്ച് വെക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിത് നോക്കാം എത്രത്തോളം ഇത് വെള്ളവുമായിട്ട് ഈ പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഊന്നുന്നുണ്ടോ. അപ്പം നിങ്ങൾ നോക്കിയേ എന്തോരം നന്നായിട്ട്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളം നമ്മൾ തുള്ളി പോലും ഒഴിക്കാതെയാണ് ഇത് ഇത്രയും നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി ഞാനിതെന്നാ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം നമുക്ക് ഒരു ടീസ്പൂൺ വഴി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കാം. എന്നിട്ട് ഞാൻ പറയാം നിങ്ങളോട് കറക്റ്റ് കണക്കെ. ഓക്കെ, അപ്പം ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞാനൊന്ന് കുഴച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് കടലമാവ് കുറവാണെന്ന് വേണമെങ്കിൽ ഇച്ചിരി കൂടെ കടലമാവിൻ്റെ കൂടത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്നൊരു ഇതായിട്ടിരിക്കണമല്ലോ, ഇച്ചിരി കട്ടിയായിട്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ 1 കപ്പാണ് ഇട്ടത്. കാരണം വെള്ളം നമ്മൾ വെച്ച് കഴിഞ്ഞ് നമുക്കിത് ഇതായിട്ട് വെജിറ്റബിളുമായിട്ട് മിക്സായിട്ട് വന്നിട്ടല്ലേ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. അപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത്. ഞാനൊരു 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചേ. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ പച്ചക്കറിയാണ് നമുക്ക് കൂടുതൽ കടലമാവിനേക്കാളും എന്നെനിക്ക് തോന്നുന്നു. അപ്പം നമുക്കൊരു കുറച്ചും കൂടെ കടലമാവ് ഇട്ട് കൊടുത്താലോ. അപ്പം പച്ചക്കറിയിൽ നിന്ന് വരാനുള്ള വെള്ളമൊക്കെ നമ്മുടെ വന്നു കഴിഞ്ഞു. അപ്പം നമുക്കൊരു കുറച്ചും കൂടെ കടലമാവ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നാലേ നമുക്ക് നന്നായിട്ടിത് കോട്ടാകത്തുള്ളൂ. അപ്പം ഞാൻ ഒരു 1/2 കപ്പും കൂടെ കടലമാവ് ഒന്ന് ഇട്ട് നോക്കുവാണേ. അപ്പോൾ കറക്റ്റ് 1/2 കപ്പുണ്ടേ. അപ്പോൾ ഈ 1/2 കപ്പ് കടലമാവ് കൂടെ ഇട്ട് കൊടുക്കുമ്പം നമുക്ക് നന്നായിട്ടിത് കോട്ടാകുന്നുണ്ടോ നമുക്കറിയാം. അപ്പം നമ്മൾ
1 കപ്പ് നേരത്തെ ഇട്ടു. എനിക്ക് തോന്നുന്നു ഇത് മതി, കറക്റ്റാണെന്ന് തോന്നുന്നു. 1.5 കപ്പ് നമുക്ക് മാനേജ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് കാണുമല്ലോ. അപ്പം നമ്മളിങ്ങനെയൊന്ന് എടുത്താൽ, ഇപ്പം നമുക്കിങ്ങനെയൊന്ന് വെക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഉരുണ്ട പോലെ ഇങ്ങനെ ആക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നു. അപ്പം ഞാനിപ്പം 6 ടേബിൾ സ്പൂൺ ആണല്ലോ ഒഴിച്ചത്, 8 ടേബിൾ സ്പൂൺ. അപ്പോൾ 8 ടേബിൾ സ്പൂൺ വാട്ടറും 1.5 കപ്പ് കടലമാവും മതി. പോരെ, നോക്കട്ടെ എനിക്കിങ്ങനെ ഒന്ന് കുഴച്ച് വെക്കാൻ പറ്റുന്നുണ്ടോന്ന്. നമുക്കിത് ഒന്ന് വെച്ചിട്ട് നോക്കാം. എന്നിട്ട് നമുക്കിത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ എന്നിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ഞെക്കിയും കൂടെ കൊടുക്കുവാണേ. ഓക്കെ, എന്നിട്ട് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വേറെ കുറച്ച് കടലമാവും കൂടെ ഇടാം. ഓക്കെ, അപ്പം ഇത് കുഴയ്ക്കൽ കഴിഞ്ഞു. ഇനി ഒന്ന് കൈ കഴുകിയിട്ട് വരട്ടെ. ഫ്രൈയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഇതിവിടെ എല്ലാം എൻ്റെതെല്ലാം മാഞ്ഞു കേട്ടോ, ഒത്തിരി വർഷമായല്ലേ. അപ്പം ഞാൻ എന്നാ ചെയ്യുക, എനിക്ക് ഗ്രില്ല് പോലത്തെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രൈ ലൈറ്റ് എന്നുള്ള ഓയിലാണ്. അപ്പം റാസ്പെറി പലതും കിട്ടും. അപ്പം ഞാനിത് ഇങ്ങനെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ്. സ്പ്രേ ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന്, ഒരു ബ്രഷ് വെച്ച് പതുക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം എന്നാന്ന് പറഞ്ഞാൽ അത് അവിടെ എവിടെയെല്ലാം ഒന്ന് ഒട്ടിപ്പിടിക്കാതെ ഇത് അടിയിലേക്ക് പോകേണ്ടതല്ല, തേക്കണ്ട കേട്ടോ. ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അത്തലേക്ക് ഒന്ന് തേച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ബ്രഷിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കും, പിന്നെ കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് ഇത് മൊത്തം ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തു. ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനിതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കുവാണ്. ഓക്കെ, 2 മിനിറ്റ് അവിടെ നിന്ന് ചൂടാകട്ടെ. ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഈ പക്കാവട നമുക്കൊന്ന് ഉരുട്ടിയൊന്ന് വെച്ച് കൊടുക്കാം അവിടെ അങ്ങോട്ട്. ഓക്കെ, ഞാൻ ഈ പക്കാവട ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് ഉരുട്ടി അങ്ങ് വെച്ച് കൊടുക്കും. ഓക്കെ, 2 മിനിറ്റിന് ഞാനൊരു 1 മിനിറ്റ് പോലും ആയിട്ടില്ല. ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ ചൂടായോ ചെറുതായിട്ട്. ഇതിന് നല്ല ചൂട് പെട്ടെന്നാവേ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന്, എൻ്റേത് ഇങ്ങനത് ക്യാൻസൽ ആകത്തില്ല, ഞാനത് അങ്ങ് ഒന്ന് ഓഫ് ചെയ്യുവാണ്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, അത് മതി. എന്നിട്ട് പിന്നെ ഓൺ ചെയ്തു. ഓക്കെ, അപ്പം ഞാനിത് കമ്പി ചൂടായിട്ടുണ്ട് നന്നായിട്ട്, എൻ്റെ അകവും നന്നായിട്ട് ചൂടായി. അപ്പം അത് മതി. അപ്പം നിങ്ങൾ ഒരു സെക്കൻഡ് വല്ലതും ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പം ഞാനിത് ഇങ്ങനെ ഉരുട്ടി ചെറുതായിട്ടൊന്ന് ഞെക്കി കൊടുത്ത് ഇതിങ്ങനെ അങ്ങ് വെക്കുവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. മൊത്തം ഒന്നും വെക്കാൻ പറ്റില്ല, 2-3 ട്രിപ്പായിട്ട് വേമ്പി വെക്കേണ്ടി വരുമായിരിക്കും. ഞാനിങ്ങനെ പറ്റുന്നിടത്തോളം ഒന്ന് ഇങ്ങനെ ഉരുട്ടി ഒന്ന് വെച്ച് കൊടുക്കുവാണേ. നമുക്ക് നോക്കാം. ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്. ഞാൻ നേരത്തെ പരീക്ഷ നോക്കിയിട്ടില്ല, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പം എനിക്കിങ്ങനെയുള്ള പിന്നെ ഭയങ്കര തണുപ്പുമാണ് ഇവിടെ. അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെയൊക്കെയുള്ള വറുത്തമൊക്കെ ഇങ്ങനെ ഫ്രൈ ഒക്കെ ആയിട്ട് തരുമ്പോൾ നല്ല ശരീരത്തിന് നല്ല ചൂട് കിട്ടും. അതുപോലെ ഒരു നല്ല സുഖമല്ലേ ഈ തണുപ്പത്തും മഴയത്തൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കണമല്ലോ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എയർ ഫ്രൈ ഉണ്ടെങ്കിൽ എയർ ഫ്രൈയിൽ വെച്ച് ഇങ്ങനെ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് എയർ ഫ്രൈയിൽ ഇത് നമ്മൾ വെറുതെ ഇതിന് വേണ്ടിയിട്ട് മേടിച്ച് പോകാത്ത പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളിതാണ് പണ്ട് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
അത് ഈ ഫിഷും അതും ഇതൊക്കെ ചെയ്യാനും പിസി ഉണ്ടാക്കാനൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. പക്ഷേ ഇങ്ങനെയൊന്ന് ചെയ്യാമെന്ന് എനിക്കിപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നേ. അപ്പോൾ താങ്ക്സ് വിനി ചേച്ചിന്ന് വിളിക്കണ്ട, ഞാനും വിനി സെയിം പ്രായമാണ്. പക്ഷേ ഞാൻ ചേച്ചിന്ന് ആദ്യം ഒന്ന് വിളിച്ചു പോയായിരുന്നു. ബട്ട് പുള്ളിക്കാരത്തിയാണ് ഈ വീഡിയോ ഞാനിങ്ങനെ കാണുന്നതുകൊണ്ട്. വേറെ ആൾക്കാരൊക്കെ ഒത്തിരി വീഡിയോ ഇട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ ശ്രദ്ധിക്കിട്ടില്ല, നമുക്കതിൻ്റെ ആവശ്യം ഒന്നും വന്നില്ല. അപ്പം ഇപ്പം ആവശ്യം വന്നപ്പോഴാണ് ഇങ്ങനെയൊന്ന് കണ്ടത്. ആവശ്യം വന്നത് മാത്രമല്ല, വീഡിയോ കണ്ട കാരണം ഉണ്ടാക്കിയ ഇതാണ്. ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. എനിവേ മോസ്റ്റ് ഓഫ് ദ ബാക്കി അതർ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മാത്രം കേട്ടോ ചെയ്യാത്ത ആക്ച്വലി. അപ്പോൾ ഇതും കൂടെ ഒന്നിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിയാവുമോ എന്നൊന്നും അറിയത്തില്ല. അവരുടേത് എയർ ഫ്രൈ ആണ്, നമ്മുടെ സാധാരണ ഹാലജൻ ഫ്രൈ ആണ്. എനിവേ അപ്പം ഞാനത് 2, 4, 6, 8 എണ്ണം വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാകുമെന്ന്. അപ്പം ഞാനൊന്ന് അടച്ചു വെക്കട്ടെ. എനിക്കിത് എത്ര നേരം എടുക്കും എന്നൊന്നും ഒരു അറിവുമില്ല, ഒരു ഐഡിയയും ഇല്ല കേട്ടോ. അപ്പം ഞാനിത് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് നോക്കുവാണേ. എന്നിട്ട് നമുക്ക് നോക്കാം. 6 മിനിറ്റായേ. എന്നിട്ട് ഓൺ ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് തിരിച്ചും വെക്കാം. അപ്പോൾ നമുക്ക് എനിക്കിതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നമുക്കിത് പൊക്കിയാൽ കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്തായെന്ന്. നോട്ട് ടു ബാഡ്, ഇറ്റ്സ് ഗെറ്റിംഗ് ദെയർ. നമുക്ക് തിരിച്ചൊന്നും ഇടാറൊന്നും ആയിട്ടില്ല. അപ്പം ഞാനൊരു 6 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് നോക്കട്ടെ. അപ്പോൾ 6 മിനിറ്റ് നമ്മൾ വെച്ചു. ഒരുമാതിരി ആയിട്ടുള്ള പോലെ തോന്നുന്നു. അപ്പോൾ ഒരു 6 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ 12 മിനിറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നോക്കാവേ. 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്തായെന്ന്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകം അത്ര അങ്ങോട്ട് വെന്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് എടുത്ത് പിടിക്കാനൊക്കെ പറ്റുന്ന പാകത്തിനാണ്. അപ്പം നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം എല്ലാം. നമുക്ക് നോക്കാം. ഒന്നും അങ്ങനെ അധികം ഒന്നും പിടിച്ചിട്ടോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് അവിടെ അത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതങ്ങനെ അധികം പൊക്കിയെടുത്ത് കുളവാക്കണ്ട. എണ്ണ അവിടെ കുറവായിട്ടായിരിക്കും തേച്ചതേ. അപ്പം കുളമാകുന്നത് നമ്മളിങ്ങനെ എടുത്ത് വലിയ പ്രശ്നം ഉണ്ടാകണം. അത് ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് തിരിച്ചിട്ടിട്ടുണ്ടേ. ഇതും അപ്പം എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു ഇനി ഒരു 6 മിനിറ്റും കൂടെ വെച്ച് നോക്കട്ടെ. അപ്പോൾ 6, 6, 12 വെച്ചു. എത്ര മിനിറ്റ് വേണമെന്ന് എനിക്കറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഞാനത് പരീക്ഷണമാണെന്ന് നിങ്ങൾക്കറിയാലോ, അതുകൊണ്ടാണേ. ഇനി അപ്പം 6, 6, 12, 18 മിനിറ്റിലേക്ക് പോവുകയാണേ. അത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം ഞാനിപ്പോൾ തുറന്ന് നോക്കിയേ. എനിക്ക് തോന്നുന്നു ഇതിപ്പം മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലൊരു ക്രിസ്പി പോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാനൊന്ന് എടുത്തിട്ട് നോക്കട്ടെ. എടുത്ത് ഈ പ്ലേറ്റിലിട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ഞാനിത് വെന്തോന്ന് ഞാൻ പറയാം കേട്ടോ. നമുക്ക് ചൂട് പോകാതിരിക്കാനായിട്ട് ഞാൻ ഈ കാസറോളിൻ്റെ അകത്തേക്കും കൂടെ അങ്ങ് ഇടുവാണ്. എന്നിട്ട് കുക്കായോ ഇല്ലയോ എന്ന് നോക്കട്ടെ. എന്നിട്ട് ഞാൻ അടുത്ത സെറ്റും കൂടെ വെച്ചിട്ട് ഏറ്റവും അവസാനം. അപ്പോൾ ഞാൻ 6, 6, 12, 18 മിനിറ്റ് വെച്ചപ്പോഴാണ് ഇത് കറക്റ്റായത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ഇനി 18 മിനിറ്റാണ് വെക്കാൻ പോണത്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം അത് നമുക്ക് ഒന്നെടുത്ത് ബോളിലേക്ക് ഇടാം. ഓക്കെ, ഞാൻ ഇവിടെ ക്യാമറ വെച്ചോട്ടെ. എന്നിട്ട് വേണം നമുക്കൊന്ന് എടുത്ത് വെക്കാൻ. നല്ല തണുപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് ഇതൊക്കെ ഇട്ട് കഴിയുമ്പം സൂപ്പർ ടേസ്റ്റാണ്. ഒരു നല്ല ചൂട് കാപ്പി. അപ്പം നിങ്ങൾ നോക്കിയാൽ ഇത് റെഡിയായി കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിക്കാം. നിങ്ങൾ നോക്കി ഇത്രയും ബാജി, ഓനിയൻ ബാജി എന്ന് പറയാൻ പറ്റുന്നത് മിക്സ്ഡ് വെജിറ്റബിൾ ബാജി അല്ലെങ്കിൽ പക്ക അവിടെ ഉണ്ടാക്കി ഞാൻ. അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ട്? 3, 3, 6, 9, 12, 15, 16 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടേസ്റ്റ് കൂടി ഒന്ന് നോക്കട്ടെ. എന്നിട്ട് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് അറിയത്തില്ല, എന്നാലും പറ്റുന്ന ടേസ്റ്റ് കിട്ടുന്നതനുസരിച്ച് ഞാൻ പറയാവേ. ഓക്കെ, ഭയങ്കര തണുപ്പാണേ. അപ്പം ഞാനിത് ഒരെണ്ണത്തുനിന്ന് ഒരെണ്ണം എടുത്ത് ഒരു ചെറുതൊരെണ്ണം എടുത്ത് കഴിച്ച് നോക്കട്ടെ. ഒരു കാര്യം ഞാൻ ഫോട്ടോ എടുക്കാം.
നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തേ. അപ്പോൾ ഞാൻ ഏതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന എൻ്റെ ടേസ്റ്റ് വെച്ചിട്ട് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നു. അപ്പം ഫുൾ ടേസ്റ്റുള്ള നിങ്ങളിതുണ്ടാക്കി കഴിച്ചാൽ ഇതിനേക്കാൾ സൂപ്പറായിരിക്കും. അപ്പം എണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് 1 ടീസ്പൂണിൽ കുറവാണ് നമ്മൾ സ്പ്രേ ചെയ്തത്. ഇത് എണ്ണയ്ക്കകത്ത് കോരി വറുത്തെടുക്കണ സാധനമാണ്, നിങ്ങളൊന്ന് ഓർക്കണം. അപ്പം നല്ല ഹെൽത്തി ആയിട്ടും ഈ തണുപ്പ് കാലത്ത്, ഇപ്പം നാട്ടിലും ഭയങ്കര മഴയാന്നൊക്കെ ഞാൻ കേട്ടു, അപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സൂപ്പർ പക്കാവടയാണ്. അത് നമ്മുടെ എയർ ഫ്രൈ ഇനി മേടിച്ച്, നാട്ടിലൊക്കെ എല്ലാവരും എയർ ഫ്രൈ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇനി എയർ ഫ്രൈയുടെ 4000 രൂപയുടെയൊക്കെയാണ് എയർ ഫ്രൈ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഹാലജൻ ഫ്രൈ ഉള്ളവർ അതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട, ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.